കേന്ദ്രത്തിന്റെ ട്രോജൻ ഹോഴ്സ് പിണറായി ആണെന്ന് കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാമല്ലോ. മോഡി മനസ്സിൽ കാണുന്നത് എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് PM ശ്രീ കണ്ടു, ലേബർ കോഡിലും അതിന് ലേബർ കോഡ് കരട് കേന്ദ്രം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു കരടുമായി വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം CPM-നില്ലേ? അവർ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയല്ലേ. CITU-യും AITUC-യും പോലും എതിർക്കുന്ന കാര്യത്തിൽ ബിനോയ് വിശ്വം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല? തൊഴിലാളികളുടെ കാര്യത്തിൽ താല്പര്യമില്ലേ? ഇത് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതിന്റെ കരട് എല്ലാം അതേപടി നടപ്പിലാക്കാൻ എന്താണ് അതിന്റെ ഉദ്ദേശശുദ്ധി? PM ശ്രീയിലും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു നാടകം നടത്തി. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകം ഇടക്ക് നടത്തുമെന്നല്ലാതെ ബേസിക്കലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതിൽ കാണുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും ED ചെല്ലുമ്പോൾ താങ്കൾക്കെതിരെ ഒരു നടപടി എന്താ ചെയ്യാ? ഇതിനകത്ത് വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്നതൊന്നും കുഴപ്പമില്ല. CPM-ന് ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷനാണ്. CPM അത്രയും എന്നെ എതിർക്കട്ടെ, പക്ഷെ എതിർക്കുന്നതിനകത്തൊരു ഒരു ചെറിയ തരിമ്പ് വേണം. ഇതിനകത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരാണ് ഭരിക്കുന്ന കേരളം? കേരളത്തിലെ സർക്കാരിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ദേശീയപാതയിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടായി. നമ്മുടെ തുറവൂരിലത്തെ ദേശീയപാതയിലെ വീണ് ആൾ മരിച്ചു. ഞങ്ങൾ അന്ന് മുതൽ കഴിഞ്ഞ കുറെ നാളായി എടുക്കുന്ന തീരുമാനമാണ്. കുര്യാടുണ്ടായപ്പോഴും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, ഈ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. കേരള സർക്കാരിന്റെ നിലപാടെന്താണ് ദേശീയപാതയിലെ അഴിമതിയെക്കുറിച്ച്? ഇത്ര ഭീകരമായ അഴിമതി ദേശീയപാത നടത്തിയ കേന്ദ്രത്തിന്റേതാണ് പദ്ധതി. കേരള സർക്കാർ പുറത്തുകൊണ്ടുണ്ടേ. അപ്പൊ കേന്ദ്രത്തിന്റെ അഴിമതിയെ മറച്ചുവെക്കുന്ന കാര്യത്തിലായാലും കേന്ദ്രത്തിന്റെ പദ്ധതികൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വർഗീയ പ്രേരിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന കേരളം അതിന്റെ മുഖ്യമന്ത്രിയുമാണ് ഇതിന് മറുപടി പറയുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം. സസ്പെൻഡ് ചെയ്യാതെ മറ്റു പാർട്ടികളിൽ പലരും സമാനമായ കേസുകളിലുണ്ടല്ലോ. അവരെക്കുറിച്ച് എന്താ താങ്കൾക്ക് അഭിപ്രായം? അല്ല, ഞാൻ ചോദിച്ച ഉത്തരം ഞാനൊരു ചോദ്യം അങ്ങോട്ട് അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം അദ്ദേഹമില്ല. അല്ല, അങ്ങനെ ആരും ന്യായീകരിക്കില്ല. കോൺഗ്രസിന്റെ ആരും Karnataka, I think media people are propagating big war is happening between TM and Deputy CM. Day before yesterday night, entire channel discussion only on Karnataka matters. Today morning, DK Sukumar and Siddaramaiah met together. They had a breakfast. They both of them told that we are united. Any decision has to be taken, and that decision has to be taken by the Congress High Command. There is a big controversy happening over a rupee brought out by Nepal, including India's territory in that, 100 rupee note by Nepal. And the BJP, the central government has not yet reacted on that so far. So how do you see Nationalism, the word nationalism is suited for BJP only for the political motive, not on the merit. Completely they are compromised on nationalistic views, but they used nationalism for the political motive to target other political parties. അതെ, നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ദുറാട്ടി കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു യൂട്യൂബറാണ്. ഞങ്ങൾ പറയുമ്പോൾ പറയും ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ തോന്നിയതിനു ശേഷം പറയുന്നതാണെന്ന്. ഈ രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാധ്യമപ്രവർത്തകർ എന്താണെന്നല്ല, മാധ്യമങ്ങൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്തി ഭൂരിപക്ഷം കിട്ടുന്നവരെ ജയിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുന്ന ജോലി ഏർപ്പെടുന്ന കമ്മീഷനായിട്ട് മാറിയിരിക്കുകയാണ്.
ബീഹാറിൽ നടന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ ഒരു ബീഹാറിലെ നേതാക്കന്മാരുമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷനുള്ള വെർച്വൽ മീറ്റിംഗിൽ ബാക്കിലിരിക്കുകയായിരുന്നു 5-10 മിനിറ്റ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതാണ് ധ്രുവ് റാഠിയുടെ വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ വീഡിയോ അല്ല, RJDയുടെ വീഡിയോ അല്ല. അദ്ദേഹം കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ത്യയിൽ ആരെ വിമർശിച്ചാലും ജനാധിപത്യം പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശം, വോട്ടർമാർക്ക് വോട്ട് കിട്ടാനുള്ള അവകാശം അതില്ല. പിന്നെ സമ്പത്തുള്ളവനും കാശുള്ളവനും ഇലക്ഷൻ ജയിക്കാവുന്ന സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് 3 ദിവസം മുമ്പ് എപ്പോഴെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാങ്കിലേക്ക്? പോളിംഗ് ഡേറ്റിന്റെ തലേ ദിവസം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം പോകണം. ആരുടെ പണമാണ് പോകുന്നത്? സ്റ്റേറ്റ് എക്സ്ചക്കാരനാണ് പണം പോകുന്നത്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. എന്നിട്ട് പറയും ഞങ്ങൾ ജയിച്ചു എന്ന് പറയും. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ ഡിസംബർ 14 തീയതി ഡൽഹിയിൽ ഞങ്ങൾ 5 കോടി വോട്ടർമാരുടെ ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾക്കെതിരായിട്ട് 14 തീയതി മഹാറാലിയിൽ അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. Actually, the video come out by Dhruv Rathi is shocking. When we are talking about the rigging of election in Bihar, everybody is told that you people lost the election, that is why you are finding results. Now Dhruv Rathi is an independent YouTuber. He came with evidence. What happened in Bihar? As per his video, very clear that democracy has been completely destroyed by this Modi government, and the election commission is completely supported that. This is one of the shocking things as far as Indian democracy is concerned. We need to fight to restore Indian National Congress fight for the freedom of this country. Now we need to fight for a second freedom fight for restoring democracy in this country. And you said there is a signature campaign going to happen in Bihar. Yeah. Not only in Bihar, all over India, 5 crore signatures already been collected against the election commission's ill-motivated decisions and actions. That signature will be produced in Ramlila Maidan on December 14th. One last question. Will AICC